Hello everyone. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 വഴിയാണ് ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം യൂണിറ്റ് 6 ഇക്വിലിബ്രിയം ആണ് നമ്മൾ തുടങ്ങുന്നത്. കെമിക്കൽ ഇക്വിലിബ്രിയ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ന്യൂമറസ് ബയോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ പ്രോസസ്സസ്. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ബയോളജിക്കൽ പ്രോസസ്, എൻവയോൺമെന്റ് പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നതാണ് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് എന്താ, ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യുന്നതും ലങ്സിൽ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യുന്നതും ടിഷ്യൂസ് എത്തുമ്പോൾ ഹീമോഗ്ലോബിൻ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് ടിഷ്യൂസിലേക്ക് പോകുന്നതൊക്കെ എന്താണ്, ഒരു ഇക്വിലിബ്രിയം പ്രോസസ് ആണ്. അതേപോലെ തന്നെ ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ ആൻഡ് ഹീമോഗ്ലോബിൻ അക്കൗണ്ട് ഫോർ ദി ടോക്സിസിറ്റി ഓഫ് CO. അപ്പം കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനും ബൈൻഡ് ചെയ്ത് ടോക്സിസിറ്റി ഉണ്ടാക്കുന്നത് ഇക്വിലിബ്രിയം പ്രോസസ്സിൽ വരുന്നതാണ് അവർക്ക്. When a liquid evaporates in a closed container, molecules with relatively higher kinetic energy escape the liquid surface into the vapor phase, and number of liquid molecules from the vapor phase strike the liquid surface and are retained in the liquid phase. It gives rise to a constant vapor pressure because of an equilibrium in which the number of molecules leaving the liquid equals the number of returning the liquid from the vapor. ഇത് പറയുന്നത് എന്താണ്? നമുക്കൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലോസ്ഡ് കണ്ടെയ്നർ ഉണ്ട് എന്ന് വെച്ചാൽ മോളിക്യൂൾസ് ഇതിന്ന് എക്സ്കേപ്പ് ചെയ്യത്തില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണ്, കുറച്ച് വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, ഈ വാട്ടറിലുള്ള മോളിക്യൂൾസിൽ അതെന്താണ്, ബാക്കിയുള്ള മോളിക്യൂൾസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതൽ കൈൻഡിക് എനർജിയുള്ള മോളിക്യൂൾസ് എന്താണ് ഇവിടെ സർഫസിൽ നിന്ന് വേപ്പർ മോളിക്യൂൾസ് ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ തന്നെ വേപ്പർ മോളിക്യൂൾസ് സർഫസിനടുത്തുള്ള ചിലത് എന്തായിട്ട് മാറും, വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് മാറും, ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുകയും ചെയ്യും. ഇങ്ങനെ എന്താണ് ഇവിടെ ഒരു ഇക്വിലിബ്രിയം ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂൾസ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ ഫേസിലേക്കും പോകുന്നുണ്ട്, വേപ്പർ ഫേസിലുള്ളത് ലിക്വിഡ് തിരിച്ച് ലിക്വിഡ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വി സേ ദാറ്റ് ദി സിസ്റ്റം ഹാസ് റീച്ച്ഡ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അപ്പൊ ഈ സ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്നതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. However, this is not static equilibrium and there is a lot of activity at the boundary between the liquid and the vapor. എന്താണ് ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? എന്താണ്, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ല. കാരണം എന്താ, മോളിക്യൂൾസ് കണ്ടിന്യൂസ്ലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർഫസിന്റെ അവിടെ ലിക്വിഡ് വേപ്പർ ആവുന്നു, വേപ്പർ ലിക്വിഡ് ആവുന്നു. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ചേഞ്ച് നടക്കുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ എന്താണ്, ഡൈനാമിക് ഇക്വിലിബ്രിയം ആണ്. ഇതൊരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ലേ നമ്മൾ പറയും. Thus, at equilibrium, the rate of evaporation is equal to the rate of condensation. എന്ന് വെച്ചാൽ എന്താണ്, റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കണ്ടൻസേഷൻ ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ എത്ര മോളിക്യൂൾസ് വേപ്പർ ആയിട്ട് ഒരു സമയം മാറുന്നുണ്ടോ അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെ എന്താണ് വേപ്പർ ഫേസിൽ നിന്ന് തിരിച്ച് ലിക്വിഡ് ആവുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഡബിൾ ഹെഡഡ് ആരോ കാണിച്ചേക്കുന്നത് എന്താ, അത് രണ്ട് സൈഡിലോട്ടും ഈക്വൽ ആയിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡബിൾ ഹെഡഡ് ആരോ നമ്മൾ കാണിക്കുന്നത്. ദ ഡബിൾ ഹാഫ് ആരോസ് indicate that the process in both the directions are going on simultaneously. ഒരേ സമയം രണ്ട് പ്രോസസ്സ് നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡബിൾ ഹാഫ് ആരോസ് കാണിക്കുന്നത്. The mixture of reactants and products in the equilibrium state is called an equilibrium mixture. ഇപ്പൊ എന്താണ് ഇക്വിലിബ്രിയം മിക്സർ? ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ റിയാക്ടൻസും പ്രൊഡക്റ്റും എന്താണ്, രണ്ട് സൈഡിലോട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. രണ്ടും റിയാക്ടൻസ് പ്രോഡക്ട്സ് ആണ് അല്ലേ, രണ്ട് റിയാക്ഷൻസ് ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ടോട്ടൽ മിക്സർ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ഇക്വിലിബ്രിയം മിക്സർ ആണ് വിളിക്കുന്നത്. Equilibrium can be established for both physical process and chemical reactions. The reaction may be fast or slow depending on the experimental conditions and the nature of the reaction. നമുക്ക് ഫിസിക്കൽ റിയാക്ഷൻസിനും കെമിക്കൽ റിയാക്ഷൻസിനും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റും. ആ റിയാക്ഷൻ റേറ്റ് എന്താണ്, അത് എക്സ്പെരിമെന്റൽ കണ്ടീഷൻസിനെയും റിയാക്ഷൻസ് നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. When the reactants in a closed vessel at a particular temperature react to give products, the concentration of the reactants keep on decreasing while the products keep on increasing for some time, after which there is no change in the concentration of either of the reactants or products. എന്താണ് പറയുന്നത്, നമ്മൾ ആദ്യം എന്താണ് ഒരു റിയാക്ടന്റ് എടുത്തു. ഓക്കെ, ഒരു റിയാക്ടന്റ് എടുത്തു. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം ഒരു കണ്ടെയ്നറിൽ, ഒരു ക്ലോസ് കണ്ടെയ്നറിൽ റിയാക്ടന്റ് വെക്കുമ്പോൾ ഈ കണ്ടെയ്നറിൽ A മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്, A പയ്യെ B വരാൻ തുടങ്ങി, എന്താണ് B ആയിട്ട് മാറാൻ തുടങ്ങി, എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ തുടങ്ങി. അപ്പൊ നോക്കുമ്പോൾ ഈ റിയാക്ഷൻ നടക്കും തോറും എന്താ, എയുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയാണ്, ബിയുടെ കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരികയാണ്. എന്താണ്, ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും അപ് ടു എ പോയിന്റ് എന്താണ്, പിന്നെ ഈ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തതേ ഇല്ല. എന്ന് വെച്ചാൽ എത്രത്തോളം
എ ബി ആവുന്നുണ്ടോ അത്രയും തന്നെ ബി എയും ആവുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ആ സമയത്ത് എന്താണ് എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ദിസ് സ്റ്റേജ് ഓഫ് ദ സിസ്റ്റം ഇസ് ദി ഡൈനാമിക് ഇക്വിലിബ്രിയം. ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മൾ നോക്കുമ്പോൾ എന്താണ് വിസിബിളി എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ മാറുന്നില്ല, പക്ഷെ അവിടെ സത്യത്തിൽ എ ബിയും ആവുന്നുണ്ട് ബി എയും ആവുന്നുണ്ട് എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് കൺവേർഷൻ നടക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് ആയതുകൊണ്ട് നമ്മൾ അതിന് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിളിച്ചു. ഇറ്റ് ഇസ് ഡ്യൂ ടു ദിസ് ഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേജ് that there is no change in the concentration of various species. അപ്പൊ ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം നടക്കുന്നതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ചേഞ്ച് ഇല്ല എന്ന് പറയുന്നത്. Based on the extent to which the reactions proceed to reach the state of chemical equilibrium, these may be classified into 3 groups. അപ്പൊ എന്താണ് എത്രത്തോളം റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് റിയാക്ഷൻ എ ഗീവ്സ് ബി എന്ന് വിചാരിക്കാം. ഓക്കെ, എ ഗീവ്സ് ബി നമുക്ക് 3 തരത്തില്. ഒന്നാമത്തെ കാര്യം എന്താണ്, ഒന്നാമത്തെ എ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ബി ആവുന്നുണ്ട് അല്ലെ. അപ്പം വളരെ കുറച്ച് മാത്രം എ റിമെയിൻ ചെയ്യുന്നുണ്ട്, മെജോറിറ്റി എന്തായി ബി ആയിട്ട് മാറി. ഓക്കെ അല്ലേ, വെരി ലെസ് ഓഫ് എ എക്സിസ്റ്റ്. അപ്പം എ മൊത്തത്തിൽ റിയാക്ട് ചെയ്ത് ഓൾമോസ്റ്റ് മൊത്തത്തിൽ റിയാക്ട് ചെയ്ത് ബി നമ്മൾ നോക്കുമ്പോൾ എ ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റന്റ് ആയിട്ട് നമുക്ക് തോന്നാം. അപ്പൊ അങ്ങനത്തെ റിയാക്ഷൻ ഒന്ന്. രണ്ടാമത് എന്താ, എ വളരെ കുറച്ച് മാത്രം റിയാക്ട് ചെയ്ത് ബി എന്ന പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ബി ആണ് വളരെ ലെസ് ആയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ തരത്തിലുള്ള എന്താണ്, തരത്തില് എ ഗീവ്സ് ബി എന്താണ് ഓൾമോസ്റ്റ് സെയിം കോൺസെൻട്രേഷൻ ആണ് എയും ബിയും വരുന്നത്. അങ്ങനത്തെ ഇക്വിലിബ്രിയം ആണ് മൂന്നാമത്തെ ടൈപ്പ്. അതാണ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈപ്പ് എന്താ, ഓൺലി നെഗ്ലിജിബിൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻസ് ആർ ലെഫ്റ്റ്, റിയാക്ടന്റ് ആർ ലെഫ്റ്റ്. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം. സെക്കൻഡിൽ എന്താ, only small amount of products are formed. അങ്ങനത്തെയാണ് സെക്കൻഡ് ടൈപ്പ്. മൂന്നാമത്തേല് റിയാക്ടന്റ് പ്രൊഡക്റ്റും കോൺസെൻട്രേഷൻ കമ്പയറബിൾ ആയിട്ടുള്ളത്. ഈ 3 ടൈപ്പ് ഇവിടെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന് നമുക്ക് പറയാം. The extent of reaction equilibrium varies with the experimental conditions such as concentration of reactants, temperature, etc. അപ്പൊ എന്താണ് എത്രത്തോളം റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും, ഇക്വിലിബ്രിയം എത്തുന്നതിന് മുമ്പ് എത്രത്തോളം പ്രൊസീഡ് ചെയ്യും എന്ന് വെച്ചാൽ എന്താണ്, എ വളരെ എന്താണ് എ മൊത്തത്തിൽ റിയാക്ട് ചെയ്ത് ബി ആവോ, അതോ എ വളരെ കുറച്ച് മാത്രം റിയാക്ട് ചെയ്യത്തുള്ളൂ, അതോ ഓൾമോസ്റ്റ് കമ്പയറബിൾ കോൺസെൻട്രേഷൻസ് ആണ് ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവുക എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്, ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന കണ്ടീഷൻസ്, പിന്നെ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. ഒപ്റ്റിമൈസേഷൻ ഓഫ് ദി ഓപ്പറേഷണൽ കണ്ടീഷൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രി അല്ല. അപ്പൊ എന്താണ് ഈ കണ്ടീഷൻസിനെ കറക്റ്റ് ആക്കി വെച്ചാൽ നമുക്കൊരു റിയാക്ഷനെ എങ്ങോട്ട് പ്രൊസീഡ് ആയിക്കണോ നമുക്ക് തീരുമാനിക്കാം. അത് വെച്ച് അതിന് ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ വീണ്ടും പഠിക്കും. പിന്നെ അവസാനം പറയാനുള്ളത് ഇവിടെ അയോണിക് ഇക്വിലിബ്രിയം. എന്താണ് അയോൺസ്, അക്വ സൊല്യൂഷനിലെ അയോൺസിന്റെ ഇക്വിലിബ്രിയത്തിനെ ഡീൽ ചെയ്യുന്നതാണ് എന്ത്, അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് കയറാം. ഇക്വിലിബ്രിയം ഇൻ ഫിസിക്കൽ പ്രോസസ്. ഫിസിക്കൽ പ്രോസസ്സിൽ ഇക്വിലിബ്രിയം ആദ്യം എക്സിസ്റ്റ് ചെയ്യുന്നത്. The characteristics of system at equilibrium are better understood if we examine some physical process. The most familiar examples are phase transformation process. അപ്പൊ നമുക്ക് ഫിസിക്കൽ പ്രോസസ്സിൽ എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഏതാണ്, ഫേസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ്. ഇതൊക്കെ സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, അല്ലെങ്കിൽ സോളിഡ് ഗ്യാസ് ആവുന്നു. ഈ റിയാക്ഷൻസിൽ നമുക്ക് ഇക്വിലിബ്രിയം എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പറയാനുള്ളതാണ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. ഇതിനകത്ത് എന്താ ചെയ്യുന്ന ഒരു ഫ്ലാസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ല നമുക്കറിയാം. അങ്ങനെ ഒരു കണ്ടെയ്നർ, ഈ ഫ്ലാസ്കിൽ നമ്മൾ വെള്ളവും കുറെ ഐസും ഇട്ട് വെക്കും. അപ്പൊ ഫ്ലാസ്ക് എടുത്ത് എന്താണ് ഹീറ്റ് എസ്കേപ്പ് ആവാണ്ടിരിക്കാൻ നമ്മൾ ഫ്ലാസ്ക് എടുത്ത്. We observe that the mass of ice and water do not change with time and temperature, and the temperature remain constant. However, the equilibrium is not static. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്താണ് ഐസിന്റെയും വാട്ടറിന്റെയും എന്താണ് എമൗണ്ട് മാറുന്നില്ല. കാരണം ഹീറ്റ് ലോസ് ആവുന്നില്ല. ഹീറ്റ് ലോസ് ആയാലും നമുക്കറിയാം ഐസ് മെൽറ്റ് ആവത്തുള്ളൂ. ഐസ് ലോസ് എന്താണ് മെൽറ്റ് ചെയ്ത് വാട്ടർ ഫോം ചെയ്തുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ അങ്ങനെ ഒരു തെർമൽ ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് ഐസിന്റെയും വാട്ടറിന്റെയും കോൺസെൻട്രേഷൻ മാറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ല. നമ്മുടെ ഐസിന്റെ സർഫസിന്റെ അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇവിടെ കുറച്ച് വാട്ടർ ഐസും ആവുന്നുണ്ട്, അതേപോലെ തന്നെ ഐസ് വാട്ടർ ആവുന്നുണ്ട്.
ഓൾമോസ്റ്റ് എന്താണ് നമ്മൾ വിസിബിളി നമുക്ക് ഐസിന്റെ വാട്ടറിന്റെ കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ എമൗണ്ടിൽ വ്യത്യാസം കാണുന്നെങ്കിലും ഐസിന്റെ സർഫസിന്റെ അവിടെ എന്താണ് ഇങ്ങനൊരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. There is no change of mass of ice and water as the rate of transfer of molecules from ice to water and of reverse transfer of water into ice are equal at atmospheric pressure and 273. Atmospheric pressure 273 Kelvin എന്താ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് എക്സ്ചേഞ്ച് ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. It is obvious that ice and water are in equilibrium only at a particular temperature and pressure. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം എന്താണ് ഒരു particular temperature പ്രഷറിലെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. For any pure substance at atmospheric pressure, the temperature at which the solid and liquid phases are at equilibrium is called the normal melting point or normal freezing point of the substance. ഇവിടെ പറയുന്നത് എന്താണ് ഏതൊരു സബ്സ്റ്റൻസിനും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അല്ലെ ഏതൊരു സബ്സ്റ്റൻസിനും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അതിന്റെ സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും തമ്മിൽ ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ആ സബ്സ്റ്റൻസിന്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പൊ ഐസിന്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ വാട്ടറിന്റെ കേസിലാണെങ്കിൽ H2O മോളിക്യൂളിന്റെ കേസ് ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണെങ്കിൽ ആ ടെമ്പറേച്ചർ ഏതാണ് 273 കെൽവിൻ എന്ന് പറയുന്ന ആ ടെമ്പറേച്ചറിലാണ് ഈ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് ഈ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. The substance here is in dynamic equilibrium and we can infer the following. അപ്പൊ എന്താണ് ഇവിടെ ഡൈനാമിക് ഇക്വിലിബ്രിയം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഒന്ന്, both the opposing processes occur simultaneously. എന്ന് വെച്ചാൽ എന്താണ് ഫ്രീസിങ്ങും മെൽറ്റിങ്ങും രണ്ടും ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാം. രണ്ടാമത്തെ എന്താണ് both the processes occurs at the same rate so that the amount of ice and water remains constant. എന്ന് വെച്ചാൽ എത്രത്തോളം ഫ്രീസ് ആവുന്നുണ്ടോ അത്രത്തോളം തന്നെ മെൽറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടിന്റെയും എമൗണ്ട് മാറാത്തത്. അത് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഫിസിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് പഠിക്കാനുള്ളത് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിന് വേണ്ടി നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ എടുക്കും. ക്ലോസ്ഡ് കണ്ടെയ്നറിൽ നമ്മളൊരു യു ട്യൂബ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മെർക്കുറി ഉള്ള ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു യു ട്യൂബ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ വിളിക്കുന്നതാണ് മാനോമീറ്റർ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഈ കണ്ടെയ്നറിൽ എന്താ വാട്ടർ മോളിക്യൂൾസിൽ വാട്ടർ വേപ്പർ കാണും. അപ്പൊ അതിന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ഒരു ഗുഡ് വാട്ടർ അബ്സോർബന്റ് ആണ്. അത് വെച്ചാൽ നമുക്ക് വാട്ടർ മോളിക്യൂൾസ് മൊത്തം അതിൽ നിന്ന് കളയാൻ പറ്റും. അതിനുശേഷം നമ്മൾ അതിനകത്തൊരു ഒരു പാത്രം വെള്ളം നമ്മൾ വെക്കും. ഓക്കെ, ഈ വെള്ളം വെച്ചതിന് ശേഷമുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. It will be observed that the mercury level in the right limb of the manometer slowly increases and finally attains a constant value. That is, the pressure inside the box increases and reaches a constant value. എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഈ മാനോമീറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ വെള്ളം വെക്കുമ്പോൾ എന്താ നമുക്കറിയാം, നമ്മൾ കാണാൻ പറ്റും എന്താണ് പയ്യെ ഈ മാനോമീറ്ററിൽ നമുക്ക് ആദ്യം സെയിം ലെവലിൽ നിന്നായിരുന്നു വെള്ളമല്ല അതിൽ നിന്നുള്ള വാട്ടർ എന്താണ് വേപ്പർ മൊത്തം നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള പ്രഷർ കോൺസ്റ്റന്റ് ആയിരുന്നു. അതിനുശേഷം എന്താ പയ്യെ മാനോമീറ്ററിൽ മെർക്കുറിയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യും ഒരു പോയിന്റ് വരെ. ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മാനോമീറ്ററിലെ മെർക്കുറി ലെവൽ ഇൻക്രീസ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? മാത്രമല്ല അവിടെ വേറെ കാണാൻ പറ്റുന്ന എന്താണ് ഓൾസോ ദി വോളിയം ഓഫ് വാട്ടർ ഇൻ ദ വാച്ച് ഗ്ലാസ് ഡിക്രീസസ്. ഈ മാനോമീറ്ററിന്റെ ലെവൽ കൂടുമ്പോൾ എന്താണ് ഈ എടുത്തു വെച്ചേക്കുന്ന വെള്ളത്തിന്റെ ലെവൽ എന്താണ് ഇച്ചിരി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Initially, there was no water vapor inside the box. As water evaporated, the pressure in the box increased due to addition of water molecules in the gaseous phase inside the box. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ വെള്ളം എടുത്ത് വെച്ചിരുന്നപ്പോൾ എന്താണ് അതിനകത്ത് ഒരു മോളിക്യൂൾസ് ഇല്ലായിരുന്നു. നമ്മൾ വാട്ടർ മോളിക്യൂൾസിനെ എല്ലാം കാൽഷ്യം ക്ലോറൈഡ് വെച്ചിട്ട് എടുത്ത് കളഞ്ഞിരുന്നു. പക്ഷേ ഈ വെള്ളം വെച്ചപ്പോൾ എന്തായി കുറച്ച് വെള്ളം എന്തായി ഈ ഗേഷ്യസ് ഫേസിലോട്ട് മാറി അല്ലെങ്കിൽ വേപ്പറായിട്ട് മാറിയപ്പോൾ എന്തായി അത് കണ്ടെയ്നറിനകത്തെ പ്രഷർ കൂട്ടി. ആ പ്രഷർ കൂട്ടിയത് കൊണ്ടാണ് മാനോമീറ്ററിൽ ഈ ലെവൽ ഇൻക്രീസ് ചെയ്തത്. അപ്പൊ ഈ വേപ്പർ പ്രഷർ കൂടി എന്താണ് പ്രഷർ കൂടി ഒരു മാക്സിമം വാല്യൂ വരെ എത്തി. പിന്നെ മാനോമീറ്റർ ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. However, the rate of increase in pressure decreases with time due to condensation of vapor into water. എന്താണ് ഇപ്പം ആദ്യം ഇവാപറേഷൻ ഒക്കെ ഫാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് മാനോമീറ്ററിലെ മെർക്കുറിയുടെ ലെവൽ പെട്ടെന്ന് കൂടി വന്നത്. പക്ഷെ ഒരു പോയിന്റ് എത്തി എന്താണ്
പിന്നെ നമുക്ക് മനസ്സിലാൻ പറ്റി ഈ റൈസിങ് പ്രഷർ അല്ലെങ്കിൽ മാനോമീറ്ററിൽ ഈ മെർക്കുറിയുടെ ലെവൽ റൈസ് ചെയ്യുന്നത് അതിന്റെ റേറ്റ് നമുക്ക് കുറഞ്ഞു കാണാൻ പറ്റും. കാരണം എന്താ, ഈ അകത്തുള്ള വേപ്പർ, വാട്ടർ വേപ്പർ തിരിച്ച് കണ്ടൻസ് ചെയ്യാനും തുടങ്ങി. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം കണ്ടൻസേഷൻ വളരെ കുറവായിരുന്നു, പിന്നെ പ്രഷർ കൂടി അതിനനുസരിച്ച് എന്തായി, കണ്ടൻസേഷനും കൂടി. ഇപ്പൊ എന്തായി, ഈ ഒരു സ്റ്റേറ്റ് എത്തി, ഇവാപറേഷനും തിരിച്ച് കണ്ടൻസേഷന്റെ റേറ്റ് ഈക്വൽ ആവുന്ന ഒരു സ്റ്റേറ്റ് എത്തി. അപ്പോഴാണ് എന്ത്, പ്രഷർ കോൺസ്റ്റന്റ് വാല്യൂ എത്തിയത്. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് നമുക്ക് ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇവാപറേഷൻ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. ലിക്വിഡ് സ്റ്റേറ്റിനെയും വേപ്പർ ഫേസിനെയും എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് ഇന്റർചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. At equilibrium, the pressure exerted by the water molecules at a given temperature remains constant and is called the equilibrium vapor pressure of water. അപ്പൊ എന്താണ്, ഇക്വിലിബ്രിയം എത്തുമ്പോൾ എന്താണ്, ആ ഇക്വിലിബ്രിയം എത്തുമ്പോൾ ഉള്ള വാട്ടർ മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത്, ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ നമ്മൾ പറയുന്നത്. വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പൊ എന്താണ്, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വാട്ടറിന്റെ വേപ്പർ പ്രഷറും കൂടും. അല്ലെങ്കിൽ എന്താണ് വേപ്പർ പ്രഷർ, ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വാട്ടർ മോളിക്യൂൾസ്, വേപ്പർ ഫേസിലുള്ള വാട്ടർ മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വലിയ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. If the above experiment is repeated with methyl alcohol, acetone and ether, it is observed that different liquids have different equilibrium vapor pressures at the same temperature. അപ്പൊ നമുക്ക് വാട്ടർ എടുത്തപ്പോൾ നമുക്ക് ഒരു ടെമ്പറേച്ചറിൽ ഒരു വേപ്പർ പ്രഷർ കിട്ടി. പക്ഷെ വാട്ടർ അല്ലാണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. And the liquid which has a higher vapor pressure is more volatile and has a lower boiling point. അപ്പൊ എന്താണ്, പെട്ടെന്ന് വേപ്പറായി പോകുന്ന ലിക്വിഡ് അല്ലെങ്കിൽ ഹയർ വേപ്പർ പ്രഷർ ഉള്ള ലിക്വിഡ് എന്താണ്, അതിനൊരു ലോവർ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇഫ് യു എക്സ്പോസ് 3 വാഷ് ഗ്ലാസസ് കണ്ടെയ്നിങ് സെപ്പറേറ്റ്ലി, എന്താണ്, നമ്മൾ 3 വാഷ് ഗ്ലാസ്സിൽ 1 ml അസറ്റോണും ഈഥൈൽ ആൽക്കഹോളും വാട്ടർ നമ്മൾ എടുത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ കേസിലും എന്താണ്, ഓപ്പൺ കണ്ടെയ്നർ എടുത്ത് വെച്ചാൽ നേരത്തെ ഇപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തത് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാണ്. പക്ഷെ നമ്മളൊരു ഓപ്പൺ കണ്ടെയ്നർ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് തുറന്ന് വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവസാനം ഈ 3 ലിക്വിഡും ഇവാപറേറ്റ് ചെയ്തു പോകും. അവസാനം ഒരു ലിക്വിഡ് അവിടെ കാണത്തില്ല. ഇതിന്റെ കാരണം എന്താ, നമ്മൾ ആദ്യത്തെ കേസിൽ വേപ്പർ പോയിരുന്നത് വളരെ ചെറിയൊരു വോളിയമാണ്. നമ്മൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിന്റെ ചെറിയൊരു വോളത്തിലേക്കായിരുന്നു ഈ പേപ്പർ മൊത്തം പോയിരുന്നത്. പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കുമ്പോൾ എന്താ, ഇവിടെ സറൗണ്ടിങ്സിന്റെ വോളിയത്തിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം ഈ മൊത്തം വേപ്പർ മൊത്തം ലിക്വിഡ് ഇവാപറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, ഒന്ന് നേച്ചർ ഓഫ് ദി ലിക്വിഡ്, ഏത് ലിക്വിഡ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നു. 2 ദി എമൗണ്ട് ഓഫ് ദി ലിക്വിഡ്, നമുക്കറിയാം കൂടുതൽ ലിക്വിഡ് എടുത്ത് വെച്ചാൽ എന്താണ് ഇച്ചിരി കൂടെ സമയം എടുക്കും മൊത്തത്തിൽ ഇവാപറേറ്റ് ചെയ്യാൻ. ആൻഡ് ദി ടെമ്പറേച്ചർ കൂട്ടുന്നതോറും ഇവാപറേഷനും കൂടെ പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യും. പിന്നെ ഇതോടെ പറയുന്നതാണ്, ഓപ്പൺ കണ്ടെയ്നർ ആകുമ്പോൾ വേപ്പർ പോകുന്നത് ലാർജ് വോളിയം ഓഫ് ദി റൂം ആണ്. അപ്പം റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ഫ്രം ദി വേപ്പർ ലിക്വിഡ് ഈസ് മച്ച് ലെസ്. അപ്പം ഓപ്പൺ കണ്ടെയ്നറിലോട്ട് ആകുമ്പോൾ എന്താണ്, കണ്ടൻസേഷനുള്ള റേറ്റ് എന്താണ് വളരെ ചെറുതാവും. അതുകൊണ്ട് ഓപ്പൺ സിസ്റ്റത്തിൽ നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല, അതാണ് പറയുന്നത്. Water and water vapor are in equilibrium position at atmospheric pressure and at 100 degrees Celsius in a closed vessel. അപ്പൊ എന്താണ്, വാട്ടർ വേപ്പറും ഇക്വിലിബ്രിയം ആണ് അറ്റ്മോസ്ഫിയർ പ്രഷറിലും 100 ഡിഗ്രി സെൽഷ്യസിലും. അപ്പം 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ വേപ്പറും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ. അതുകൊണ്ട് തന്നെ 100 ഡിഗ്രി സെൽഷ്യസിലും 1.013 ബാർ പ്രഷറിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ നമ്മൾ പറയുന്നത്. ഓക്കെ, നേരത്തെ ഫ്രീസിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് പറഞ്ഞ പോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ഡെഫിനിഷൻ ഇങ്ങനെയാണ്. For any pure liquid at 1 atmospheric pressure, the temperature at which the liquid and vapors are at equilibrium is called the normal boiling point of the liquid. എന്ന് വെച്ചാൽ എന്താണ്, 1.013 ബാർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഏത് ടെമ്പറേച്ചറിലാണോ അതിന്റെ ഒരു സബ്സ്റ്റൻസിന്റെ ലിക്വിഡും വേപ്പറും ഫേസും കൂടെ ഇക്വിലിബ്രിയത്തിലുള്ളത്, അതാണ് നമ്മൾ ആ സബ്സ്റ്റൻസിന്റെ ബോയിലിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Boiling point of the liquid depends on the atmospheric pressure. It depends on the altitude of the place. At high altitude, the boiling point decreases. അപ്പൊ എന്താണ് ബോയിലിംഗ് പോയിന്റ് നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ പറയുമ്പോൾ എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 1.013 ബാർ ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്താണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ജീവിക്കുമ്പോൾ നമുക്കറിയാം അവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ബോയിലിംഗ് പോയിന്റും അവിടെ കുറവായിരിക്കും. അടുത്ത മൂന്നാമത് നമുക്ക് പറയാനുള്ള ഫിസിക്കൽ ഇക്വിലിബ്രിയം ഏതാണ്, സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം ആണ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇതേപോലെ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ നമ്മൾ സോളിഡ് അയഡിൻ എടുത്ത് വെക്കുന്നു. അപ്പൊ സോളിഡ് അയഡിൻ എന്താണ്, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആ വെസൽ മൊത്തം നമുക്ക് വയലറ്റ് വേപ്പർ വരുന്നതായിട്ട് കാണാം.
ഈ വയലറ്റ് വേപ്പറിന്റെ കളർ ഇന്റൻസിറ്റി ഓഫ് കളർ എന്താണ് നമുക്ക് ടൈം പോകും തോറും കൂടി കൂടി വരുന്നതായിട്ട് കാണാം. ഒരു പോയിന്റ് എത്തും ഈ കളർ പിന്നെ മാക്സിമം ഇന്റൻസിറ്റി വയലറ്റ് കളറായിട്ട് മാറാൻ പറ്റും. പിന്നെ അതിന് ചേഞ്ച് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ ആ കളർ മാറാത്ത ആ സ്റ്റേജ് നമ്മൾ വിളിക്കുന്നതാണ് അവിടെ ഇക്വിലിബ്രിയം ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഇക്വിലിബ്രിയത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അയഡിൻ സോൾട്ട്, അയഡിൻ വേപ്പ്. ഇങ്ങനെയുള്ള വേറെ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ് ക്യാംഫറിന്റെതും അമോണിയം ക്ലോറൈഡിന്റെ. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഇക്വിലിബ്രിയം ഇൻവോൾവ് ഇൻ ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ്സ് ഓർ ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. ഇപ്പൊ എന്താ നമ്മൾ സോളിഡിനെയോ ഗ്യാസിനെയോ ലിക്വിഡില് ഡിസോൾവ് ചെയ്യുമ്പോൾ ഉള്ള ഇക്വിലിബ്രിയംസ് അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം പറയുന്നത് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. We know from our experience that we can dissolve only a limited amount of salt or sugar in a given amount of water at room temperature. നമുക്കൊരു റൂം ടെമ്പറേച്ചറിൽ എന്താണ് വെള്ളത്തിൽ നമുക്കറിയാം എന്താണ് പഞ്ചസാരയോ ഉപ്പോ എന്തെങ്കിലും കലക്കം നമുക്കറിയാം ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട് നമുക്ക് എത്ര കലക്കാം. അതിനുശേഷം നമ്മൾ ഇട്ടാൽ എന്താ അത് അവിടെ താഴെ സെറ്റിൽ ചെയ്ത് കിടക്കും നമുക്കറിയാം. If you make a thick sugar syrup solution by dissolving sugar at a higher temperature, sugar crystals separate out if we cool the syrup to the room temperature. അപ്പൊ നമ്മൾ എന്താണ് ഒരു തിക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നല്ലേ, നമ്മൾ വെള്ളം ചൂടാക്കിക്കൊണ്ട് പഞ്ചസാര കലക്കുകയാണെങ്കിൽ ഒരുപാട് ഷുഗർ അതിനകത്ത് ഡിസോൾവ് ആവും. അവസാനം എന്താണ് ആ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ തിക്ക് സിറപ്പ് നമുക്ക് കിട്ടും, ഷുഗർ സിറപ്പ് നമുക്ക് കിട്ടും. പക്ഷെ ആ ഷുഗർ സിറപ്പിനെ നമ്മൾ കൂള് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് ആ ഷുഗർ സിറപ്പിൽ നിന്ന് ഷുഗർ ക്രിസ്റ്റൽസ് തിരിച്ച് ക്രിസ്റ്റലൈസ് ചെയ്ത് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. We call it a saturated solution when no more of a solute can be dissolved in it at a given temperature. നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ് ഒരു ടെമ്പറേച്ചറിൽ ഒരു സൊല്യൂഷനിൽ ഇനിയും സൊല്യൂട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്തുമ്പോൾ നമ്മൾ ആ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്നതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. The concentration of solute in a saturated solution depends upon the temperature. ഇപ്പൊ എന്താണ് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് നമുക്ക് കലക്കാൻ പറ്റും എന്നുള്ള ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ് ആ സൊല്യൂഷൻ ഇരിക്കുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയാണ് ചൂടാക്കിക്കൊണ്ടാണ് നമ്മൾ കൂടുതൽ ഷുഗർ അതിനെ ഡിസോൾവ് ചെയ്തത്. അപ്പൊ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എത്ര സൊല്യൂട്ട് നമ്മൾ അതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. In a saturated solution, the dynamic equilibrium exists between the solute molecules in the solid state and in the solution. അപ്പൊ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എത്താൻ അവിടെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കി നമുക്കറിയാം വെള്ളമുണ്ട്, പിന്നെ നമ്മൾ ഒരുപാട് സൊല്യൂട്ട് അതിനകത്ത് ഇട്ടു, അതെല്ലാം അതിനകത്ത് മിക്സ് ആയി നിൽക്കുന്നു, പിന്നെ കുറച്ച് സൊല്യൂട്ട് അവിടെ എന്താണ് അൺഡിസോൾവ് ആയിട്ട് താഴെ കിടക്കും. ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ എന്താ അവിടെ ഒരു ഇക്വിലിബ്രിയം ഫോം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടും ഈ കലങ്ങാണ്ട് കിടക്കുന്ന സൊല്യൂട്ടും തമ്മിൽ എന്താണ് അവരുടെ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഷുഗർ ഇൻ സൊല്യൂഷൻ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് വിത്ത് ഷുഗർ ഇൻ സോളിഡ്. അപ്പൊ എന്താണ് റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഷുഗർ. എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ എത്രത്തോളം ഷുഗർ ഇവിടുന്ന് ക്രിസ്റ്റലൈസ് ചെയ്യുന്നുണ്ടോ അല്ലേ, നമ്മുടെ സെറ്റിൽ ചെയ്ത് നിൽക്കുന്ന സൊല്യൂഷനിലെ സൊല്യൂട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ എന്താണ് തിരിച്ച് ഡിസോൾവും ചെയ്യുന്നുണ്ട്. Equality of the two rates and dynamic nature of equilibrium has been confirmed with the help of radioactive sugar. അപ്പൊ ഈ ഇങ്ങനെ രണ്ട് പ്രോസസ് ഒരേ സമയത്ത് നടക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? റേഡിയോ ആക്റ്റീവ് ഷുഗർ റേറ്റിന്റെ ഹെൽപ്പ് ഇവിടെ കണ്ടുപിടിച്ചത്. ഫോർ എക്സാമ്പിൾ ഒരു കണ്ടെയ്നറിൽ നമ്മൾ സൊല്യൂഷൻ ഉണ്ട്, ഷുഗർ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, ഷുഗർ സൊല്യൂഷൻ നമ്മൾ സാച്ചുറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സൊല്യൂഷൻ മാത്രം നമ്മൾ എടുത്തു. അപ്പൊ എന്താണ് ഈ സൊല്യൂഷൻ നമുക്ക് നോർമൽ ഷുഗർ ആണുള്ളത്. ഇതിലേക്ക് നമ്മൾ എന്താ റേഡിയോ ആക്റ്റീവ് ഷുഗർ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. അപ്പൊ റേഡിയോ ആക്റ്റീവ് ഷുഗർ എന്തായി താഴെ പോയി സെറ്റിൽ ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താ ഈ സെറ്റിലായി നിൽക്കുന്ന ഷുഗറിന്റെ കോൺസെൻട്രേഷനിൽ എന്താണ് നോ ചേഞ്ച് അല്ലേ. ഈ ഷുഗർ സെറ്റിലായി നിൽക്കുന്ന ഷുഗറിന്റെ കോൺസെൻട്രേഷനിൽ നോ ചേഞ്ച്. അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ എന്തായി ഈ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് റേഡിയോ ആക്റ്റീവ് ഷുഗർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി അല്ലെ. റേഡിയോ ആക്റ്റീവ് ഷുഗർ കിട്ടി, പക്ഷെ സെറ്റിൽ ചെയ്ത് ഇറങ്ങുന്ന ഷുഗറിന്റെ എമൗണ്ടിൽ ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ റേഡിയോ ആക്റ്റീവ് ഷുഗർ എന്താണ് ഇങ്ങോട്ട് പോയി ഡിസോൾവ് ആയി, സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ആയി. അവിടെ നിന്ന് കുറച്ച് ഷുഗർ നോൺ റേഡിയോ ആക്റ്റീവ് ഷുഗർ തിരിച്ച് ക്രിസ്റ്റലൈസേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഇല്ലെങ്കിലും സൊല്യൂഷനിലേക്ക് റേഡിയോ ആക്ടിവിറ്റി എത്തിയത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. ഈ റേഡിയോ ആക്റ്റീവ് ഷുഗറിന്റെ സഹായത്തോടെയാണ് നമ്മൾ അത് കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്.
ഇപ്പൊ ഗ്യാസിന്റെ ഡിസൊല്യൂഷനെ കുറിച്ചാണ് അടുത്ത് പറയാനുള്ളത്. When a soda water bottle is opened, some of the carbon dioxide get dissolved in it, fizzes out rapidly. എന്താ നമ്മളൊരു എന്താണ് പെപ്സി സാധനം അങ്ങനത്തെ എന്തെങ്കിലും കാർബണേറ്റഡ് ഡ്രിങ്ക് അതിന്റെ ഒരു ബോട്ടിൽ തുറക്കാൻ നമുക്കൊരു ഫിസ് സൗണ്ട് കേൾക്കാം. എന്താണ് സത്യത്തിൽ ആ സൊല്യൂഷനിൽ ഡിസോൾവ് ആയിരുന്ന കുറച്ച് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ അതിനകത്ത് ഓൾറെഡി ആ ബോട്ടിൽ പാക്ക് ചെയ്തിരുന്ന എന്താണ് ഹൈ പ്രഷറിലായിരുന്നു. നമ്മൾ പെട്ടെന്ന് ബോട്ടിൽ തുറക്കുമ്പോൾ എന്താ ആ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ പെട്ടെന്ന് പ്രഷർ താന്നുപോയി. പ്രഷർ താന്നപ്പോൾ എന്തായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെൻറീസ് ലോയിൽ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് പിന്നെ സൊല്യൂഷൻ എന്താണ് അതിന് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രഷർ പെട്ടെന്ന് കുറഞ്ഞപ്പോൾ സൊല്യൂഷന്റെ സോലിബിലിറ്റി കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് സോലിബിലിറ്റി എന്താണ് ഓൾറെഡി ഡിസോൾവ് ആയി നിന്നിരുന്ന കുറച്ച് CO2 പെട്ടെന്ന് എസ്കേപ്പ് ആവുന്നത്. അതാണ് നമ്മൾ ആ ഫിസ് സൗണ്ട് ആയിട്ട് കേൾക്കുന്നത്. There is equilibrium between the molecules in the gaseous state and the molecules dissolved in the liquid under pressure. അപ്പൊ എന്താണ് ആ ബോട്ടിൽ തുറക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നു അല്ലേ, CO2 ഗ്യാസും CO2. അപ്പൊ ആ ഇക്വിലിബ്രിയം എങ്ങനെയാണ് അറ്റൈൻ ചെയ്ത് നമ്മൾ പറയുന്നത് ഹെൻറീസ് ലോ വെച്ചാണ് നമ്മൾ പറഞ്ഞത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ് നമ്മൾ പറഞ്ഞത്. ദിസ് എമൗണ്ട് ഡിക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ. അപ്പം ഒരു ഗ്യാസ് ഒരു സൊല്യൂഷൻ ഒരു സോൾവെന്റിൽ എത്ര ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോഡ വാട്ടർ ബോട്ടിൽ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ ഓഫ് ഗ്യാസ് വെൻ സോലിബിലിറ്റി ഇൻ വാട്ടർ ഈസ് ഹൈ അല്ലേ. ഇപ്പം ഹൈ പ്രഷറിലായിരുന്നു സോഡ ബോട്ടിൽ നമ്മൾ ലോക്ക് ചെയ്തിരുന്നത്, അതുകൊണ്ട് ആ സമയത്ത് സോലിബിലിറ്റി ഹൈ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മൾ ആ ബോട്ടിൽ തുറന്നപ്പോൾ എന്തായി സം ഓഫ് ദി ഡിസോൾവ്ഡ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എസ്കേപ്സ് ടു റീച്ച് എ ന്യൂ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പൊ ആ തുറക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ടായിരുന്നു, തുറന്നതിന് ശേഷം പുതിയൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ടായി. എന്തിന് നമ്മുടെ ലോവർ പ്രഷറിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഇക്വിലിബ്രിയം കണ്ടീഷൻ അവിടെ ഉണ്ടായി. ദിസ് ഇസ് ഹൗ ദി സോഡ വാട്ടർ ഇൻ ബോട്ടിൽ ലെഫ്റ്റ് ഓപ്പൺ ടു ദി എയർ ഫോർ സം ടൈം ടേൺസ് ഫ്ലാറ്റ് ഇല്ല. അതെന്താണ് നമ്മൾ കുറച്ച് നേരം ഏതെങ്കിലും അങ്ങനത്തെ ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് തുറന്നു വെച്ചാൽ എന്തായി കുറെ കഴിയുമ്പോൾ ഗ്യാസ് തീരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ നമ്മൾ തുറന്നു വെക്കുമ്പോൾ അതൊരു ഓപ്പൺ സിസ്റ്റം ആണ്. അപ്പം കണ്ടിന്യൂസ്ലി അതിൽ നിന്ന് ഗ്യാസ് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പൺ സിസ്റ്റത്തിൽ ഇക്വിലിബ്രിയം ഒരിക്കലും എത്തത്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് കുറെ കഴിയുമ്പോൾ അതിനകത്തുള്ള CO2 മൊത്തം പോയി നമ്മൾ ഗ്യാസ് തീർന്നു നമ്മൾ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ജനറലൈസ്ഡ് ദാറ്റ് ഫോർ സോളിഡ് ടു ലിക്വിഡ് ഇക്വിലിബ്രിയം അല്ലെ, സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയത്തിൽ there is only one temperature at which the two phases can coexist. സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞ എന്താണ് ഐസ് വാട്ടർ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ ഒരു ടെമ്പറേച്ചറിലാണ് ആ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ആ ടെമ്പറേച്ചർ ഏതായിരുന്നു 273 Kelvin ആയിരുന്നു. If there is no exchange of heat with the surroundings, the mass of the two phases remain constant. അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ലെങ്കിൽ ആ രണ്ടിന്റെയും മാസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് ആയിരുന്നു ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു നമ്മള് CaCl2 വെച്ച് ചേംബർ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് വീണ്ടും എന്താണ് വാട്ടർ മോളിക്യൂൾസ് വെച്ച് മാനോമീറ്ററിൽ പ്രഷർ അളന്ന ആ എക്സ്പെരിമെന്റിൽ അവിടെ എന്താണ് വാട്ടർ പ്രഷർ ഇസ് കോൺസ്റ്റന്റ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചറിൽ അവിടെ വേപ്പർ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. മൂന്നാമത് ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്സ്. അത് നമ്മൾ എന്താണ് ഷുഗറിന്റെ എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ പറഞ്ഞത്. അവിടെ എന്താണ് സോലിബിലിറ്റി ഈസ് കോൺസ്റ്റന്റ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചറിൽ സോലിബിലിറ്റി ഓഫ് ഷുഗർ എന്ന് പറയുന്നത് എന്തായിരുന്നു അവിടെ കോൺസ്റ്റന്റ് ആയിരുന്നു. നാലാമത്തെ കേസിൽ ഗ്യാസ് ആൻഡ് ലിക്വിഡ് the concentration of a gas in liquid is proportional to the pressure of the gas over the liquid അല്ലേ. ഒരു ഗ്യാസ് എത്രത്തോളം ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആവാൻ തീരുമാനിക്കുന്നത് എന്താണ് അവിടെ ആ സൊല്യൂഷൻ എന്താണ് സോൾവെന്റിന് മേലെയുള്ള ഗ്യാസിന്റെ പ്രഷറും ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്ക് ഇങ്ങനെ 4 പ്രോസസ് ഉണ്ട്. അപ്പൊ 4 പ്രോസസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ലിക്വിഡ് വേപ്പറിലാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരുന്നു. സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് അവിടെയും ഒരു കോൺസ്റ്റന്റ് പ്രഷർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സോളിഡ് ടു സോളിഡ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയത്തിൽ അവിടെ എന്തായിരുന്നു അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി. പിന്നെ ഗ്യാസ് CO2 കേസിൽ അവിടെ എന്താണ് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അവിടെ പറഞ്ഞു. അപ്പൊ എല്ലാ കേസിലും ഒരു സ്ഥാനമെങ്കിലും അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് ഫിസിക്കൽ പ്രോസസ്. ഒരു ഫിസിക്കൽ പ്രോസസ് ഉള്ള ഇക്വിലിബ്രിയത്തിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ പോകുന്നത്. ഫോർ ദ ഫിസിക്കൽ പ്രോസസ് ഡിസ്കസ്ഡ് അബവ് ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ കോമൺ ടു ദ സിസ്റ്റമാറ്റിക് ഇക്വിലിബ്രിയം. അപ്പം മേലെ പറഞ്ഞ സാധനങ്ങൾക്കെല്ലാം കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം ഇക്വിലിബ്രിയം ഈസ് പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് സിസ്റ്റത്തിലും ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം പോസിബിൾ ആകത്തുള്ളൂ. Both the opposing processes occur at the same rate and there is a dynamic but stable equilibrium. അപ്പൊ എന്താണ് രണ്ട് സൈഡിലോട്ടുള്ള പ്രോസസ്സ് ഒരേ റേറ്റിലാണ് നടക്കുന്നത്. മാത്രമല്ല അതൊരു ഡൈനാമിക് ഇക്വിലിബ്രിയം ആണ്. രണ്ട് പ്രോസസ്സ് ഒരേ സമയം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അത് ഒരു സ്റ്റേബിൾ കണ്ടീഷൻ ആയിട്ട് നമുക്ക് തോന്നും. All measurable properties of the system remain constant. അപ്പൊ ആ സിസ്റ്റത്തിന്റെ മെഷറബിൾ പ്രോപ്പർട്ടീസ് എന്താണ്? റിമെയിൻ കോൺസ്റ്റന്റ് ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ
ടെമ്പറേച്ചർ, പ്രഷർ എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയാണ് ഒരു ഇക്വിലിബ്രിയം പറയുന്നത്. When equilibrium is attained for a physical process, it is characterized by constant value of one of its parameters at a given temperature. ഇപ്പോൾ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു, ഒരു ഫിസിക്കൽ പ്രോസസ് നമ്മൾ അറ്റൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ഏതെങ്കിലും ഒരു പാരാമീറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ പറഞ്ഞ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ കഴിയും. ആദ്യത്തെ കേസിൽ ടെമ്പറേച്ചർ, പിന്നെ പ്രഷർ, പിന്നെ ടെമ്പറേച്ചർ ഏതെങ്കിലും ഒരു പാരാമീറ്റർ അവിടെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയാണ് നമ്മൾ പറയുന്നത്. The magnitude of such quantities at any stage indicates the extent to which the physical process has proceeded before reaching equilibrium. അപ്പൊ അങ്ങനെ ഒരു ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആ പ്രോസസ്സ് എത്രത്തോളം ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന് നമുക്ക് അറിയിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഇങ്ങനെ ആലോചിക്കാം, ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന കേസ് ഒന്ന് ആലോചിക്കാം. നമ്മൾ ഒരു കോൺസ്റ്റന്റ് നമുക്കറിയാം, ഒരു ടെമ്പറേച്ചറിൽ അതിനൊരു മാക്സിമം സോലബിലിറ്റി ഉണ്ട് അല്ലേ. ഇപ്പൊ ആദ്യം വെറും വെള്ളത്തിൽ നമ്മൾ ഷുഗർ ഇടുമ്പോൾ എന്തായിരിക്കും, അതിന് ഹൈ സോലബിലിറ്റി ആയിരിക്കും അല്ലെ. അപ്പൊ സൊല്യൂഷനിൽ ഷുഗറിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും അല്ലേ. അപ്പൊ മാക്സിമം എത്ര സോലബിൾ ആവോ അത്ര എമൗണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാല് നമ്മൾ സൊല്യൂഷനിലെ കോൺസെൻട്രേഷൻ നോക്കും. സൊല്യൂഷനിലെ കോൺസെൻട്രേഷൻ എന്താണ്, സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു അല്ലേ. അപ്പൊ ആലോചിക്കുക, ഒരു ഷുഗർ സൊല്യൂഷൻ നമുക്ക് 5 ഗ്രാം ഡിസോൾവ് ചെയ്യാൻ പറ്റും അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ ഓൾറെഡി 2 ഗ്രാം ഇട്ടു. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇനി 3 ഗ്രാമും കൂടെ നമ്മൾ ഇട്ടാല് അല്ലെ, നമുക്കറിയാം ഈ സൊല്യൂഷൻ 5 ഗ്രാം ഇട്ട് സാച്ചുറേറ്റഡ് ആവും നമുക്കറിയാം. അപ്പൊ നമുക്ക് 3 ഗ്രാമും കൂടെ ഇട്ടാൽ ഇക്വിലിബ്രിയം എത്തുമെന്ന് നമുക്കറിയാം. അപ്പൊ എത്രത്തോളം നമ്മൾ ഇടുന്നു നമ്മൾ ഇക്വിലിബ്രിയം എപ്പോൾ എത്തും നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയും കൂടെ ഈ ക്വാണ്ടിറ്റീസ് നമുക്ക് സഹായിക്കും. ഈ ടെമ്പറേച്ചറിൽ ഇത്ര സാധനം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇക്വിലിബ്രിയത്തിന്റെ യൂസ് എന്ന് പറയുന്നത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം ഇൻ കെമിക്കൽ പ്രോസസ് അല്ലെങ്കിൽ ഡൈനാമിക് ഇക്വിലിബ്രിയം. ഇനി കെമിക്കൽ പ്രോസസ്സിലെ ഇക്വിലിബ്രിയം ആണ് പറയാൻ പോകുന്നത്. Analogous to the physical systems, chemical reactions also attain a state of equilibrium. These reactions can occur both in forward and backward. അപ്പൊ എന്താണ്, ഫിസിക്കൽ സിസ്റ്റം പോലെ കെമിക്കൽ റിയാക്ഷൻസിനും എന്താണ് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റും. ഈ റിയാക്ഷൻസിലും എന്താണ് 2 റിയാക്ഷൻസും ഒരേ സമയം നടക്കുന്നു. വെച്ചാൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ സമയം നടക്കുന്നു. When the rates of forwards and reverse reactions become equal, the concentration of the reactants and the products remain constant. അപ്പൊ എന്താണ്, ഏത് സമയത്താണ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും റേറ്റ് സെയിം ആവുന്നത് ആ സമയത്ത് എന്താണ് രണ്ടിന്റെയും കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ഇരിക്കുന്നത്. ആ സ്റ്റേറ്റാണ് നമ്മൾ സ്റ്റേജ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ വിളിക്കുന്നത്. ദിസ് ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ അല്ലെ. അതായത് ഈ ഇക്വിലിബ്രിയം ഡൈനാമിക് നേച്ചർ എന്ന് വെച്ചാൽ അവിടെ ഒരേ സമയം ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും നമുക്ക് കാണാൻ പറ്റും. For better comprehension, let us consider a general case of a reversible reaction. For the reaction നടക്കുന്നത്, reversible reaction നടക്കുന്നത്, A plus B gives C plus D. With passage of time, there is accumulation of products C and A. അപ്പൊ നമ്മൾ ആദ്യം റിയാക്ഷൻസ് തുടങ്ങുമ്പോൾ എന്താണ്, നമ്മുടെ എയും ബിയും മാത്രമേ ഉള്ളൂ, റിയാക്ഷൻ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് സിയും ഡിയും കോൺസെൻട്രേഷൻ കൂടി വരുന്നതായിട്ട് കാണാം, എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. So this lead to a decrease in the rate of forward reaction, increase in the rate of the reverse reaction. അപ്പൊ എന്താണ്, എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുമ്പോൾ എന്തായി, ഫോർവേഡ് റിയാക്ഷൻ റേറ്റും കുറഞ്ഞു വരും അല്ലേ. മാത്രമല്ല സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് കൂടി വരും. എന്നുവെച്ചാല് ആദ്യം എയും ബിയും കൂടുതലായിരുന്നു, അതുകൊണ്ട് സിയും ഡിയും ഫോം ചെയ്തു. അപ്പൊ ആദ്യത്തെ കേസിൽ ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ സ്ലോ ആയിരുന്നു. കാരണം അവിടെ സിയും ഡിയുടെയും കോൺസെൻട്രേഷൻ വളരെ നെഗ്ലിജിബിൾ ആയി ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പക്ഷെ കുറെ കഴിയുമ്പോൾ എന്തായി, എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ വല്ലാണ്ട് കുറഞ്ഞു വരിക. അപ്പൊ എന്താ, ഈ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് വളരെ കുറയും. പിന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താ, സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷൻ കൂടി വരുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇച്ചിരി ഫാസ്റ്റ്. അപ്പൊ ഏതോ ഒരു പോയിന്റ് എത്തും, രണ്ടിന്റെയും റേറ്റ് ഈക്വൽ ആവുന്ന ഒരു റേറ്റ് എത്തും. ആ സ്റ്റേറ്റാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. Similarly, the reaction can reach the state of equilibrium even if we start with only C and D. എന്ന് വെച്ചാൽ നമ്മളിവിടെ എയും ബിയും വെച്ച് തുടങ്ങിയാണ് അവസാനം ഇക്വിലിബ്രിയം. വെറും നമ്മളതിൽ സിയും ഡിയും മാത്രം നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, റിവേഴ്സ് പ്രോസസ് നടന്ന് അവിടെ ഇക്വിലിബ്രിയം എത്തും എന്നാണ് പറയുന്നത്. The dynamic nature of chemical equilibrium can be demonstrated in the synthesis of ammonia by Haber's process. ഓക്കെ, ഇപ്പൊ അമോണിയയുടെ സിന്തസിസ് ഹേബേഴ്സ് പ്രോസസ് വഴി അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ് നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം.
In a series of experiments, Haber started with known amount of dinitrogen dihydrogen maintained at high temperature and pressure and at regular intervals determined the amount of ammonia present. എന്താണ് ഇപ്പൊ ഹേബർ ഡൈനൈട്രജൻ ഡൈഹൈഡ്രജനും കൂടെ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും റിയാക്ട് ചെയ്ത് അവിടെ ഉണ്ടായ അമോണിയയുടെ എമൗണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്യും, ആദ്യം കണ്ടുപിടിക്കും. He was successful in determining also the concentration of unreacted dihydrogen and dinitrogen. അപ്പൊ എന്താണ് അവിടെ അൺറിയാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഡൈഹൈഡ്രജന്റെയും എന്താണ് ഡൈനൈട്രജന്റെയും കോൺസെൻട്രേഷൻ അയാൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഇതാണ് റിയാക്ഷൻ N2 + 3H2 gives 2NH3 എന്ന റിയാക്ഷനിൽ ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. അപ്പൊ എന്താണ് ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഹൈ പ്രഷറിൽ ഇത് റിയാക്ട് ചെയ്ത് ഇവിടെ ഉണ്ടായ അമോണിയയുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു. റിയാക്ട് ചെയ്യാണ്ട് നിൽക്കുന്ന ഹൈഡ്രജന്റെയും നൈട്രജന്റെയും കോൺസെൻട്രേഷൻ അയാൾ കണ്ടുപിടിച്ചു. After a certain time, the composition of the mixture remains the same, even though some of the reactants are still present. This constancy in composition indicates that the reaction has reached equilibrium. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അമോണിയ അവിടെ ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ ഏതോ ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്താ അയാൾക്ക് മനസ്സിലായി N2 ഉം 3H2 അവിടെ ഉണ്ട്, റിയാക്ടൻസ് ആയിട്ട് N2 ഉം 3H2 ഉണ്ട്, പക്ഷെ അത് എന്താണ് അമോണിയ ഫോം ചെയ്യുന്നില്ല. പക്ഷെ അമോണിയയുടെയും നൈട്രജന്റെയും ഹൈഡ്രജന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് അയാൾക്ക് കാണാൻ പറ്റി. അപ്പൊ അയാൾക്ക് മനസ്സിലായി അവിടെ ഒരു ഇക്വിലിബ്രിയം ഫോം ചെയ്തിട്ട് അയാൾക്ക് മനസ്സിലായി. In order to understand the dynamic nature of the reaction, synthesis of ammonia is carried out with exactly the same starting conditions, but using D2 in place of H2. അപ്പൊ എന്താണ് ഇവിടെ ഹൈഡ്രജന് പകരം അയാൾ D2 ഉപയോഗിച്ച് തുടങ്ങി, ഡ്യൂട്ടീരിയം. The reaction mixture starting either with H2 or D2 reach equilibrium with the same composition, except that D2 and ND3 are present instead of H2 and NH3. ഇപ്പൊ ഈ കേസിൽ എന്തായി, H2 പകരം D2 എടുത്തപ്പോൾ അയാൾക്ക് കാണാൻ പറ്റി അവസാനത്തെ ഫൈനൽ മിക്സറിൽ അയാൾക്ക് N2 ഉം D2 ഉം ND3 എല്ലാം ഫോം ചെയ്യുന്നതായിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റി, അയാൾക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റി. After equilibrium is attained, these two mixtures are mixed together and left for a while. Later, when this mixture is analyzed, it is found that the concentration of ammonia is just the same as before. അപ്പൊ എന്താണ് ഇപ്പൊ അയാളിൽ രണ്ട് മിക്സ്ചേഴ്സ് ഉണ്ടല്ലേ. ഒന്നാമത്തെ മിക്സ്ചർ ഈ മൂന്ന് സാധനങ്ങളും, ഒന്നാമത്തെ മിക്സ്ചറിൽ N2 ഉം H2 ഉം NH3 ഉം, രണ്ടാമത്തെ മിക്സ്ചറിൽ N2 ഉം D2 ഉം ND3 ഉം, ഈ രണ്ട് സാധനങ്ങളുണ്ട് അയാൾ ഒരു കണ്ടെയ്നറിലിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തപ്പോൾ അയാൾക്ക് കാണാൻ പറ്റി ആ കേസിൽ എന്താണ് അമോണിയയുടെ കോൺസെൻട്രേഷൻ മാറിയിട്ടില്ല. However, when this mixture is analyzed by a mass spectrometer, it is found that ammonia and all deuterium containing forms of ammonia. അപ്പം അമോണിയയുടെ കോൺസെൻട്രേഷൻ മാറിയിട്ടില്ലെങ്കിലും അയാൾക്ക് NH3 ND3 മാത്രമല്ല അയാൾക്ക് കാണാൻ പറ്റിയത്, അതിന് പകരം NH2D യും NHD2 ഉം എല്ലാം ഈ നാല് സാധനങ്ങളും അയാൾക്ക് കാണാൻ പറ്റി. Thus, one can conclude that scrambling of H and D atoms in the molecules must result from a continuation of the forward and reverse reaction in the mixture. ഇതെല്ലാം ഫോം ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും നടന്നുകൊണ്ടിരിക്കണം, എന്നാലേ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. Use of isotope, deuterium isotope in the formation of ammonia clearly indicates that chemical reactions reach a state of dynamic equilibrium in which the rate of forward and reverse reactions are equal and there is no net change in composition. അപ്പൊ എന്താണ് ഈ ഡ്യൂട്ടീരിയം ഉപയോഗിച്ചതിലൂടെ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്താണ് ഫോർവേഡ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫൈനൽ കോമ്പോസിഷൻ ഫൈനൽ അമോണിയയുടെ എന്താണ് കോൺസെൻട്രേഷനിൽ വ്യത്യാസം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ റേറ്റ് ഒരേപോലെ നടക്കുന്നതുകൊണ്ടാണ് അമോണിയയുടെ കോൺസെൻട്രേഷൻ അവിടെ ചേഞ്ച് ചെയ്യാണ്ടിരിക്കുന്നത്. മനസ്സിലായി. Equilibrium can be attained from both sides, whether we start reaction by taking H2 and N2 and get NH3 or by taking NH3 and decompose. ഇപ്പൊ എന്താണ് ഇക്വിലിബ്രിയം നമുക്ക് രണ്ട് രീതിയിൽ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ ആദ്യം N2 H2 മാത്രം റിയാക്ട് ചെയ്ത് തുടങ്ങുക, അല്ലെങ്കിൽ ആദ്യം അമോണിയ മാത്രം എടുത്ത് വെച്ച് അതിന്റെ ഡിക്കമ്പോസിഷൻ കാണുക. അപ്പൊ ആ രണ്ട് രീതിയിൽ തുടങ്ങിയാലും ചില റിയാക്ഷൻ സൈഡിൽ നിന്ന് തുടങ്ങിയാലും പ്രൊഡക്ട് സൈഡിൽ നിന്ന് തുടങ്ങിയാലും നമുക്ക് അവസാനം ഇക്വിലിബ്രിയം എത്താൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ H2വിന്റെ I2വിന്റെയും എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് കയറാം. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്.
A mixture of reactants and products in the equilibrium state is called an equilibrium mixture. ഇപ്പൊ എന്താണ് റിയാക്ടന്റും പ്രൊഡക്റ്റും രണ്ടും ഒരു റിയാക്ഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ബി. ഇത് രണ്ടും കൂടെ ഒരു റിയാക്ഷൻ മിക്സറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മിക്സറിനെ നമ്മൾ എന്ത് ഇക്വിലിബ്രിയം മിക്സർ നമ്മൾ വിളിക്കുന്നു. In this section, we shall address a number of important questions about the composition of equilibrium mixtures. What is the relationship between the concentration of reactants and the products in a chemical equilibrium mixture? How can we determine the equilibrium concentration from initial concept? എന്താ നമുക്ക് ഇങ്ങനെ ഇക്വിലിബ്രിയം മിക്സറിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നി അല്ലേ? ഈ റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിന് അഫക്ട് ചെയ്യുന്നത്? മാത്രമല്ല നമുക്കൊരു റിയാക്ഷൻസ് മാത്രം നമ്മൾ ഇനിഷ്യലി എടുത്തു വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്തായിരിക്കും എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. To answer these questions, let us consider a general reversible reaction. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി അല്ലെ? എയും ബിയും റിയാക്ടൻസ് ആണ്, സിയും ഡിയും പ്രൊഡക്ട്സ് ആണ്. On the basis of experimental studies of many reversible reactions, the Norwegian chemist Cato Maximilian Guldberg and Peter Wag proposed in 1864 that the concentration in an equilibrium mixture related by the following equilibrium equation. എന്താണ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് നടത്തി ഈ രണ്ട് സയന്റിസ്റ്റ് പറഞ്ഞ എന്താണ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്താണ്? കെ സി ഈക്വൽ ടു concentration of C into concentration of D by concentration of A by concentration of B. എന്ന് വെച്ചാൽ കേസ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇക്വിലിബ്രിയം ഇക്വേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദി ലോ ഓഫ് മാസ് ആക്ഷൻ. ഇക്വിലിബ്രിയം ഇക്വേഷന്റെ വേറൊരു പേരാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. കാരണം ഇൻ ദി ഏർലി ഡേയ്സ് ഓഫ് കെമിസ്ട്രി കോൺസെൻട്രേഷൻ വാസ് കോൾഡ് ആക്റ്റീവ് മാസ്. അപ്പം ആദ്യകാലത്ത് കോൺസെൻട്രേഷന് പകരം ഉപയോഗിച്ചിരുന്ന ടേം ആയിരുന്നു ആക്റ്റീവ് മാസ്. അതുകൊണ്ടാണ് ലോ ഓഫ് മാസ് ആക്ഷൻ അവിടെ എന്ന പേര് തന്നെ ഉണ്ടായത്. In order to appreciate their work better, let us consider a reaction between gaseous H2 and I2 carried out in a sealed vessel. അപ്പോൾ സീൽഡ് വെസൽ നമ്മൾ ഹൈഡ്രജനും അയോഡിനും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. അത് രണ്ടും കൂടെ ഹൈഡ്രജൻ അയോഡൈഡ് ഫോം ചെയ്യുന്നു. H2 plus I2 gives 2HI. 6 sets of experiments with varying initial conditions were performed, starting with only gaseous H2 and I2 in a sealed reaction vessel in first 4 experiments and only HI in the other 2 experiments. എന്നാണ് നമുക്ക് 6 വെസൽ മൊത്തത്തിൽ എടുത്തു. ആദ്യത്തെ 4 വെസലിലും ഹൈഡ്രജനും അയോഡിനും കൂടെ മിക്സ് ചെയ്തുള്ളായിരുന്നു റിയാക്ടൻസ് ആയിട്ട് എടുത്തിരുന്നത്. അവസാനത്തെ 2 വെസലിൽ നമ്മൾ HI എടുത്തു, പ്രൊഡക്ട്സ് മാത്രം എടുത്ത് വെച്ചു. Experiment 1, 2, 3 and 4 were performing taking different concentration of H2 or I2. എന്താണ് ആദ്യത്തെ 4 വെസൽ നമ്മൾ H2 I2 അല്ല എടുത്തിരുന്നത്. ആ 4 വെസൽ നമ്മൾ H2 ന്റെ I2 വേറെ വേറെ കോൺസെൻട്രേഷൻ ആണ് എടുത്തിരുന്നത്. And with time it was observed that intensity of the purple color remained constant and equilibrium was attained. ഇപ്പൊ എന്താണ് ടൈം പോകുന്നതോറും എന്താണ് പർപ്പിൾ കളർ ഒരു പോയിന്റിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, അവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു നമുക്ക് മനസ്സിലാക്കാം. സിമിലർലി ഫോർ എക്സ്പെരിമെന്റ് 5 and 6 the equilibrium was attained from the opposite direction. അപ്പൊ 5 and 6 നമ്മൾ HI ആണ് എടുത്തിരുന്നത്. HI യിൽ നിന്ന് ഹൈഡ്രജൻ അയോഡിനും ഫോം ചെയ്താൽ പറ്റി. This evident from the experiments 1, 2, 3 and 4 that number of moles of dihydrogen reacted is equal to number of moles of iodine reacted is equal to half number of moles of HI formed. അല്ലേ, ഇവിടെ ഒരു മോൾ ഹൈഡ്രജനും ഒരു മോൾ അയോഡിനുമാണ്. ഒരു മോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു മോൾ അയോഡിൻ റിയാക്ട് ചെയ്താൽ ഇറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് HI ഫോം. ബേസിക്കലി ഇതേ പറയുന്നുള്ളൂ, 2 മോള് HI ഫോം ചെയ്യണമെങ്കിൽ ഒരു മോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മോള് അയോഡിൻ റിയാക്ട് ചെയ്താലേ നമുക്ക് 2 മോൾ HI കിട്ടും. അല്ലെങ്കിൽ ഒരു മോൾ HI ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ അര മോൾ I2 അര മോൾ H2 ആണ് റിയാക്ട് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ലോജിക്ക്. അപ്പൊ അതാണ് എല്ലാ എക്സ്പെരിമെന്റിലും അയാൾ KC വാല്യൂ എടുത്തു. അപ്പൊ KC വാല്യൂ അയാൾ എടുത്തപ്പോ അത് 2 രീതിയിൽ എടുത്തു. ഒന്നാമത്തെ കാര്യത്തിൽ എന്താണ് വെറും KC സ്റ്റോയിഷിയോമെട്രി ഉപയോഗിക്കാണ്ട് എടുത്തു. ആദ്യത്തെ കേസിൽ എന്താണ് നമുക്കറിയാം H2 plus I2 gives 2HI അല്ലേ. അപ്പൊ ആദ്യത്തെ കേസിൽ എന്താണ് അയാൾ KC എടുത്തത് HIയുടെ കോൺസെൻട്രേഷൻ, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ H2 I2 എടുത്തത്. രണ്ടാമത്തെ കേസിൽ അയാൾ വേറൊരു സെറ്റ് ഓഫ് 6 വേറൊരു സെറ്റ് ഓഫ് KC എടുത്തു. എങ്ങനെ അതിന്റെ സ്റ്റോയിഷിയോമെട്രിക് കോൺസ്റ്റന്റും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. എന്നുവെച്ചാൽ HI
സ്റ്റോയിയോമെട്രിക് കോയിഫിഷ്യന്റ് അവിടെ 2 ആയിരുന്നു, അത് ഇട്ടു ബൈ H2 ഇൻറ്റു I2. അപ്പൊ അങ്ങനെ ആക്കി രണ്ട് സെറ്റ് ഓഫ് ഒബ്സർവേഷൻ കിട്ടി. സ്റ്റോയിയോമെട്രിക് കോയിഫിഷ്യൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേറെ സെറ്റ് ഒബ്സർവേഷൻ കിട്ടി. അങ്ങനെ ചെയ്തപ്പോൾ അയാൾക്ക് കാണാൻ പറ്റി സ്റ്റോയിയോമെട്രിക് കോയിഫിഷ്യൻ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള KC വാല്യൂസ് അതെന്താണ് ഓൾമോസ്റ്റ് സെയിം വാല്യൂസ് ആണ് കിട്ടുന്നത്. അതില്ലാത്ത വാല്യൂസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, it can be seen that in this expression the power of the concentration of reactants and products are actually the stoichiometric coefficients in the equation for the chemical reaction. അപ്പൊ KCയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പം ഈ KCയുടെ സബ്സ്ക്രിപ്റ്റ് C എന്ന് പറയുന്നത് എന്താണ്? ആ കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററിലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രിപ്റ്റ് C എന്ന് ഞാൻ പറയുന്നത്. At a given temperature, the product of concentration of the reaction products, the product of concentration of the reaction products raised to the respective stoichiometric coefficient in the balanced chemical equation divided by the product of concentration of the reactants raised to the individual stoichiometric coefficients has a constant value. അതാണ് പറയുന്നത് വെച്ചാൽ KCയുടെ വാല്യൂ പ്രൊഡക്ട്സ് അതിന്റെ ബൈ അതിന്റെ റേസ് ടു അതിന്റെ കോൺസെൻട്രേഷൻ കോയിഫിഷ്യന്റ് stoichiometric coefficient S ആയി ഡിനോട്ട് ചെയ്യാം ഡിവൈഡ് ബൈ റിയാക്ടിന്റെ കോൺസെൻട്രേഷൻ റേസ് ടു അതിന്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലോ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ ജനറൽ റിയാക്ഷൻ എന്താണ്? ഇവിടെ സ്മോൾ ലെറ്റേഴ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. അപ്പം A plus BB gives CC plus DD. അതിന്റെ കേസ് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഓക്കെ, molar concentration of different species is indicated by enclosing these in a square bracket. അപ്പൊ എന്താണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ ഇടുന്നത് എന്തിനാണ്? അതിന്റെ കോൺസെൻട്രേറ്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നത്. While writing expressions for equilibrium constant, symbols for phases are generally ignored. അപ്പൊ equilibrium constant എഴുതുമ്പോൾ നമ്മൾ എന്താണ് ആ റിയാക്ഷൻസിന്റെ പ്രൊഡക്ട്സിന്റെ ഫേസ് നമ്മൾ എഴുതി കാണിക്കാറില്ല. Let us write equilibrium constant for the reaction H2 plus I2 gives 2HI. അപ്പൊ എന്താണ് KC എന്ത് വരും? KC കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു I2. അതാണ് KCയുടെ വാല്യൂ. അപ്പൊ റിവേഴ്സ് റിയാക്ഷന്റെ equilibrium constant എന്തായിരിക്കും? അവിടെ KC എന്ന് പറയുന്നത് റിവേഴ്സ് കോൺസ്റ്റന്റ് റിയാക്ഷൻ എങ്ങനെയായിരിക്കും? 2HI gives H2 plus I2 അല്ലേ? അവിടുത്തെ കേസ് എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ. അപ്പൊ അവിടെ നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഫോർവേഡ് റിയാക്ഷനിലും ബാക്ക്വേർഡ് റിയാക്ഷനിലും രണ്ട് കേസ് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി K ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 by ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതവിടെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതാണ് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിവേഴ്സ് റിയാക്ഷൻ ഇസ് ദി ഇൻവേഴ്സ് ഓഫ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദി റിയാക്ഷൻ ഇൻ ദി ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. If we change the stoichiometric coefficients in a chemical equation by multiplying throughout by a factor, then we must make sure that the expression for equilibrium constant also reflects that change. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു റിയാക്ഷന്റെ മൊത്തം സ്റ്റോയിയോമെട്രി മാറ്റമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ H2 plus I2 gives 2HI ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതിനെ നമ്മളെല്ലാം ഹാഫ് ആക്കി. അപ്പൊ ഹാഫ് H2 plus half I2 gives HI ആണ് നമ്മുടെ റിയാക്ഷൻ എങ്കിൽ അതിന്റെ KCക്കും നമ്മൾ ഏത് ഇത് വെച്ചാണ് സ്റ്റോയിയോമെട്രി മൊത്തം ഡിവൈഡ് ചെയ്തത് അതും അതിന്റെ എക്സ്പോണൻഷ്യൽ ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഈ ഇക്വേഷൻ നമുക്ക് ഈ റിയാക്ഷന്റെ KC ചെയ്തപ്പോൾ നമുക്ക് എന്ത് വരും? നോർമൽ KC നമ്മൾ എക്സ് ആയിട്ട് എടുത്താണെങ്കിൽ ഈ റിയാക്ഷനിൽ KC എന്ന് പറയുന്നത് K ഡാഷ് നമുക്ക് എക്സ് റേസ് ടു 1/2 വരും. കാരണം നമ്മൾ മൊത്തത്തിൽ ആ റിയാക്ഷനെ ഹാഫ് വെച്ച് ഇൻറ്റു ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ ആ ഹാഫ് എക്സ്പോണൻസ് ആയിട്ട് വരും. ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ റിയാക്ഷൻ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC റേസ് ടു n എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. നോർമൽ റിയാക്ഷൻ ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC, റിവേഴ്സ് റിയാക്ഷൻ ആകുമ്പോൾ K ഡാഷ് C എന്ന് പറയുന്നത് 1/KC ആവും. പിന്നെ നമ്മൾ വേറൊരു സ്റ്റോയിയോമെട്രി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതിന്റെ എക്സ്പോണൻഷ്യൽ ആയിട്ട് വരും. ഓക്കെ,
അടുത്ത നമുക്ക് പറയാനുള്ളത് ഹോമോജിനിയസ് ഇക്വിലിബ്രിയം. ഇനി ഹോമോജിനിയസ് സിസ്റ്റം ഓൾ ദി റിയാക്ഷൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ദി സെയിം ഫേസ് എന്ന് വെച്ചാൽ എന്താണ് ഒരു റിയാക്ഷനിൽ എല്ലാ റിയാക്ഷന്റെ പ്രൊഡക്റ്റും ഒരേ ഫേസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാം ഒന്നെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ്, അങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തിനെ നമ്മൾ ഹോമോജിനിയസ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞ ഹേബർ പ്രോസസ്സിൽ N2 + 3H2 gives 2NH, സ്ഥാനത്ത് എല്ലാം ഗ്യാസ് ആണ്. പിന്നെ വേറെ എക്സാമ്പിൾസ് ആണ് CH3, CO, C2H5, H2O. ഇതെല്ലാം എന്താണ് അക്വസ് സ്റ്റേറ്റിൽ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അടുത്തത് ഇതും മൊത്തം അക്വസ് സ്റ്റേറ്റിലാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റം. അപ്പൊ ആദ്യം ഗേഷ്യസ് സിസ്റ്റത്തിലാണ് നമ്മൾ പറയുന്നത്. So far we have expressed equilibrium constant for the reaction in terms of molar concentration. അപ്പൊ ഇതുവരെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ വേണ്ടിയാണ് കോൺസെൻട്രേഷൻ എടുത്തത് മോളാർ കോൺസെൻട്രേഷന് വേണ്ടിയാണ്. For reactions involving gases, however, it is usually more convenient to express the equilibrium constant in terms of partial pressure. അപ്പം ഗ്യാസിന്റെ കേസ് വരുമ്പോൾ നമ്മൾ കോൺസെൻട്രേഷന് പകരം അവിടെ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എടുക്കുന്നതാണ് ഇച്ചിരി കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ളത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് റിട്ടൺ ആസ് P = nRT. അപ്പൊ P = nRT ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം. അവിടെ നിന്ന് P എന്ത് വരും? P = N/V/RT എന്ന് വരും ഇല്ലേ? അപ്പൊ Pയുടെ പാസ്കലുള്ള പ്രഷർ, N നമ്പർ ഓഫ് മോൾസ്, V വോളിയം ഇൻ മീറ്റർ ക്യൂബ്, T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഇവിടെ N/V എന്ന ടേം ആണ് ഇവിടുത്തെ കോൺസെൻട്രേഷൻ ടേം. N/V is the concentration expressed in mole per meter cube. If concentration C is in mole per liter or mole per dm cube and P is in bar, then നമ്മൾ കോൺസെൻട്രേഷൻ എടുത്തേക്കുന്നത് മോൾ പെർ ലിറ്ററിലാണെങ്കിൽ, മാത്രമല്ല P ബാറിലാണ് എടുത്തേക്കുന്നതെങ്കിൽ നമുക്കറിയാം Pയുടെ ഇക്വേഷൻ എന്താവും? P = CRT വരും. ഈ കേസിൽ എന്ത് വരും? ഈ കേസിൽ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.0831 ആണ്. അല്ലാത്ത കേസിൽ P പ്രഷർ പാസ്കലിലും നമ്മൾ കോൺസെൻട്രേഷൻ മോൾ പെർ മീറ്റർ ക്യൂബിൽ എടുക്കുന്നെങ്കിൽ അവിടെ ആർ എന്താണ് 8.314 ആണ് എടുക്കേണ്ടത്. അപ്പൊ ആ ആറ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. At constant pressure, the pressure of the gas is directly proportional to its concentration. വേപ്പർ പ്രഷർ എന്ന് പറയുന്നതാണ് അതിന്റെ കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത്. ഫോർ റിയാക്ഷൻ ഇക്വിലിബ്രിയം എന്താണ് H2 + I2 gives 2H. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ കേസ് നമുക്ക് എഴുതാം HI ഗ്യാസ് × H2 ഗ്യാസ് I2 ഗ്യാസ്. അല്ലെങ്കിൽ അതിന് മാറ്റം നമുക്ക് എന്താണ് കോൺസെൻട്രേഷൻ പകരം നമുക്ക് പാർഷ്യൽ പ്രഷർ എഴുതാം. പാർഷ്യൽ പ്രഷർ നമുക്ക് ഇങ്ങനെ PHI² and PI2. Further, since PHI is equal to എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് HI × RT, നമ്മൾ നേരത്തെ പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് N/V/RT നമ്മൾ എഴുതിയല്ലോ, അതാണ് പാർഷ്യൽ പ്രഷർ. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, therefore KP എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കോൺസെൻട്രേഷൻ പകരം എല്ലാം പാർഷ്യൽ പ്രഷർ എടുക്കും. പാർഷ്യൽ പ്രഷർ എടുക്കാം. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവും, ഈ ഇക്വേഷനിൽ RT എല്ലാം കട്ടായി പോകും. ഈ എന്താണ് അവസാനം KP എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ് KCയുടെ വാല്യൂവിന് ഈക്വൽ ആണ്. അപ്പൊ KP എടുത്താൽ ഗ്യാസിന്റെ കേസിൽ KP എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത് കാണിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ തൽക്കാലം ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.